ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ, നമ്മുടെ SSLC റീവാലുവേഷൻ്റെ സൈറ്റ് ഓപ്പൺ ആയിരിക്കുകയാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കാര്യം ഇന്ന് ഇവിടെ ഓഫീസിൽ ഒരുപാട് പേര് വന്നതിനായിട്ട് ഞാൻ അവരുടെയൊക്കെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റുകളൊക്കെ എഴുതി വെക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ ഏതായാലും സന്തോഷമായി. ഉച്ചയ്ക്ക് ശേഷം ഒരു 3:30-4 മണി ഒക്കെ ആയ സമയത്ത് ഇത് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് സാറേ എക്സാംസിൽ ഈ ഒരു റിവാലുവേഷൻ എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് ഞാൻ ഓൺലൈനായിട്ട് കാണിച്ചു തരികയാണ്. ഈ വീഡിയോ കംപ്ലീറ്റ് കാണാതെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ. പാസ്റ്റിലിട്ട് കണ്ടിട്ടാണെങ്കിലും വേണ്ടില്ല, നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത് അതുപോലെ ചെയ്യണം. അല്ലെങ്കിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോവുക. ആദ്യം നിങ്ങൾ ഇവിടെ ഈ ഒരു സൈറ്റിൽ രജിസ്റ്റർ നമ്പറാണ് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ തൽക്കാലം ഒരു രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. തൽക്കാലമല്ല, ഞാനിവിടെ കൊടുക്കാൻ വന്ന ഒരു കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്, അങ്ങനെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഓക്കെ അടിച്ചു. ഡേറ്റ് ഓഫ് ബർത്ത് റിക്വയർഡ്, ഞാൻ കൊടുത്തത് തെറ്റായി പോയി എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുകയാണ്. യെസ്, യെസ്, ഓരോ ഡയലോഗ്സും ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, യെസ്, അങ്ങനെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തിരിക്കുന്നു. ഇതിങ്ങനെ പ്രോസസ്സ് ആവുന്നുണ്ട്. യെസ്, കുട്ടിയുടെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. പേര് ഞാൻ പറയുന്നില്ല. സ്കൂളിൻ്റെ പേര് വന്നിട്ടുണ്ട്. ചക്കാലക്കൽ സ്കൂളിലാണ്. മീഡിയം ഇംഗ്ലീഷാണ്. ആ കുട്ടിക്ക് 9, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ആ കുട്ടിക്ക് റിസൾട്ട് 9 A+ ആണ് കേട്ടോ. 9 A+ വന്നിട്ടുണ്ട്. ഇംഗ്ലീഷിൽ മാത്രമാണ് A ഗ്രേഡ് ഉള്ളത്. ഇവിടെ എന്നോട് കൊടുക്കാൻ പറഞ്ഞതും ഇംഗ്ലീഷ് തന്നെയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് റീവാലുവേഷൻ എന്നൊരു ഭാഗം കാണാം. അവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഇംഗ്ലീഷിന് നേരെ ഒരു ടിക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഇതാണ് നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇംഗ്ലീഷിന് നേരെ റീവാലുവേഷൻ കൊടുത്തു. ഇവിടെ ഞാൻ അറിയാതെ ടിക്കറ്റ് പോയി കഴിഞ്ഞാൽ അത് ഫോട്ടോ കോപ്പി ആവും. ഇവിടെ ടിക്കറ്റ് കഴിഞ്ഞാൽ അത് സ്ക്രൂട്ടിനി ആവും. റീവാലുവേഷന് കൊടുക്കുന്ന ആൾ സ്ക്രൂട്ടിനിക്ക് കൊടുക്കേണ്ടതില്ല. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ പേപ്പറിൽ ആദ്യത്തെ പേജിൽ ഒരു കള്ളിയൊക്കെ വരച്ചിട്ട് ടോട്ടൽ മാർക്ക് എഴുതിയ ആ ഒരു മാർക്ക് ഇടുന്ന ഒരു ബോക്സ് ഇല്ലായിരുന്നോ നിങ്ങളുടെ ആൻസർ പേപ്പറിൽ? ആ ബോക്സിൽ കൊടുത്തിരിക്കുന്ന മാർക്ക് അവർ കൂട്ടി നോക്കും, ഇത് ശരിയാണോ അല്ലേ എന്നുള്ളത്. ഓക്കെ, ആ കൊടുത്ത മാർക്ക് ഒന്നും കൂടി കൂട്ടി നോക്കുന്നതിനാണ് സ്ക്രൂട്ടിനി എന്ന് പറയുക. എന്നാൽ സ്ക്രൂട്ടിനി റീവാലുവേഷനോ ആ പേപ്പർ ഒന്നും കൂടി റീവാല്യൂ ചെയ്യല്ലേ. സോ തീർച്ചയായിട്ടും മാർക്കിൽ ചേഞ്ച് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് സ്ക്രൂട്ടിനിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ആർക്ക്? റീവാലുവേഷന് കൊടുക്കുന്ന കുട്ടികൾക്ക്. ഇനി ഈ കുട്ടി എന്നോട് പറയുന്നത്, സാർ എനിക്ക് ഇംഗ്ലീഷിൽ A ഗ്രേഡാണ്, പക്ഷേ എനിക്ക് A+ കിട്ടുന്ന 100% ഉറപ്പാണ്. അപ്പോൾ ഞാൻ റീവാലുവേഷന് കൊടുത്തിട്ട് കാര്യമുണ്ടാവും. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് എന്താ പറയുക, റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ A ഗ്രേഡ് ചിലപ്പോൾ ഗ്രേഡ് കൂടി A+ ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറഞ്ഞും പോകാം. പക്ഷേ മെയിനായിട്ട് ആ A അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ കുട്ടി പറയാണ്, സാർ എനിക്ക് ഒരിക്കലും കുറയാൻ ചാൻസ് ഇല്ല, ഞാൻ അത്ര നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, എനിക്ക് ഉറപ്പാണെന്ന് ആ കുട്ടി പറയാണ്. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് എന്താ പറയുക, എങ്കിലൊരു കാര്യം ചെയ്യ്, നീ റീവാലുവേഷൻ കൊടുത്തോ, ഫോട്ടോ കോപ്പിക്കും കൊടുത്തോ. അപ്പോൾ എന്താ ഉപകാരം? വിത്തിൻ 2 വീക്സ് ഫോട്ടോ കോപ്പി ഇവളുടെ കയ്യിലെത്തും. ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ ഇവൾ എഴുതിയ ആൻസർ പേപ്പറിൻ്റെ ഒരു ഫോട്ടോ കോപ്പി. അവൾ എഴുതിയ ആ 2.5 മണിക്കൂർ അവൾ എക്സാം ഹാളിൽ ഇരുന്ന് ടെൻഷൻ അടിച്ച് എഴുതിയ ആൻസർ പേപ്പർ അവളുടെ വീട്ടിലേക്ക് എന്ത് ചെയ്യും, സ്കൂളിലേക്ക് എന്ത് ചെയ്യും, പ്രിൻറ്റഡ് കോപ്പി എത്തും. അതിനാണ് ഫോട്ടോ കോപ്പി എന്ന് പറയുക. അത് ടീച്ചർ വിളിച്ചിട്ട് ഇവളുടെ കയ്യിൽ കൊടുക്കും. നിനക്കത് എന്ത് ചെയ്യാം, ഒരു ഇംഗ്ലീഷിൻ്റെ ടീച്ചറെ കൊണ്ട് എന്ത് ചെയ്യുക, അതൊന്ന് കൂട്ടി നോക്കുക. ടീച്ചർ പറയാണ്, പൊന്നാര മോളെ എനിക്ക് A കിട്ടിയെന്നെ വലിയ കാര്യമാണ്. അങ്ങനെയാണ് പറയുന്നതെങ്കിൽ മനസ്സിലായല്ലോ എന്തിനാണ് ഫോട്ടോ കോപ്പി എന്നുള്ളത്. ഇനി നിങ്ങൾ ഫോട്ടോ കോപ്പി അപ്ലൈ ചെയ്തു, പേപ്പർ കയ്യിലെത്തി, നിങ്ങൾ കൂട്ടി നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് A+ കിട്ടാനുള്ള മാർക്ക് ഉണ്ടെന്ന്. പക്ഷേ ഓൾറെഡി റീവാലുവേഷൻ കൊടുത്തല്ലോ. റീവാലുവേഷൻ റിസൾട്ട് മെയ് 28 ഉള്ളിൽ വരും. അപ്പോൾ ആ റീവാലുവേഷൻ റിസൾട്ടിന് വേണ്ടി കാത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടിക്ക് എന്ത് കിട്ടും, A ഗ്രേഡ് ചിലപ്പോൾ A+ ആയി ഉണ്ടാവും. ഇനി A ഗ്രേഡ് A+ ആയില്ല, ഗ്രേഡ് ചേഞ്ച് ആയിട്ടില്ല, പക്ഷേ ഫോട്ടോ കോപ്പി നോക്കിയപ്പോൾ ഇവൾക്ക് ഉറപ്പാണ്, ഇവളുടെ ടീച്ചറും പറഞ്ഞു ഇത് മാർക്ക് കൂടാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്കൂളിൽ HMനോട് കാര്യം പറയുക. HM ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ അദ്ദേഹം പറഞ്ഞു തരും. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രോപ്പറായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത്. അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് ആ ഒരു കാര്യം എത്തുന്നു. നിങ്ങൾക്ക് പരീക്ഷാഭവനിലേക്ക് എത്തും. നിങ്ങൾക്ക് മാർക്ക് കിട്ടേണ്ട സ്ഥലത്ത് മാർക്ക് കിട്ടുകയും ചെയ്യും. ഇതൊരു വലിയ എന്തോ ഇടങ്ങേറാണെന്നൊന്ന് വിചാരിക്കേണ്ട. ഇതൊക്കെ ഒരു പ്രോസസ്സാണ്. നമുക്ക് ബാങ്കിൽ പോയി ഒരു അക്കൗണ്ട് എടുക്കണമെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണമല്ലോ. നേരെ മറിച്ച് അതിനായിട്ട് ഇരിക്കേണ്ടേ, ഇപ്പോൾ അക്കൗണ്ട് എടുക്കേണ്ട, കയ്യിൽ പൈസ വെക്കാമെന്ന് വിചാരിച്ച കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ ഒരു പ്രോസസ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കുട്ടി എന്നോട് ഫോട്ടോ കോപ്പി കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. സോ ഞാൻ ഇംഗ്ലീഷിലൊരു ടിക്ക് മാത്രം കൊടുത്തു. അപ്പോൾ തന്നെ ഇവിടെ എമൗണ്ട് കാണിക്കുന്നുണ്ട് 400 രൂപ. ഒരു ടിക്കിന് 400 രൂപ. ഞാൻ എന്ത് ചെയ്തു,
ഒക്കെ റെഡി ആണെന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തു. ഞാൻ റേറ്റ് എമൗണ്ട് നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. സോ സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തു. യെസ്, സൈറ്റ് നല്ല ബ്ലോക്കാണ് കേട്ടോ. ഓക്കെ, ഒന്നും കൂടി കൊടുക്കാം. യെസ്, സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. യെസ്, ആപ്ലിക്കേഷൻ പ്രീ ഓഫ് റീവാലുവേഷൻ. യെസ്, അത് കൊടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ ഓക്കെ, നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ, ഞാനത് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ആപ്ലിക്കേഷൻ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതാണ് ആ കുട്ടിയുടെ ഫൈനലായിട്ട് വരുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രജിസ്റ്റർ നമ്പർ കാര്യങ്ങൾ ചക്കാലക്കൽ സ്കൂളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് കൊടുത്തു 400 രൂപ. ഇനി ഇവിടെ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്, എഡിറ്റ് ആപ്ലിക്കേഷൻ. ഇനി അഥവാ ഇപ്പോൾ ചെയ്ത സമയത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, ഒന്നും കൂടി എഡിറ്റ് അടിക്കാം. അങ്ങനെ എഡിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് തോന്നുകയാണ് അല്ലോ ഞാൻ അടിച്ചത് മാറിപ്പോയല്ലോ, അല്ലെങ്കിൽ ഞാൻ ആ സബ്ജക്റ്റും കൂടി ഒന്ന് കൊടുത്താലോ, അതറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി എഡിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാം. വീണ്ടും അതേ പേജിലേക്ക് തിരിച്ചെത്തും. ഞാൻ എന്ത് ചെയ്യാണ്, എനിക്ക് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ ഇംഗ്ലീഷ് മാത്രമാണ് ഈ കുട്ടി എന്നോട് കൊടുക്കാൻ പറഞ്ഞത്, ടോട്ടൽ ഫീസ് 400 ആണ്. ഞാൻ എന്ത് ചെയ്തു, അപ്ഡേറ്റ് ആപ്ലിക്കേഷൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്ഡേറ്റ് ആപ്ലിക്കേഷൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. കാര്യം എഡിറ്റ് ആപ്ലിക്കേഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ അപ്ഡേറ്റ് ആപ്ലിക്കേഷൻ അടിച്ചേ പറ്റുള്ളൂ കേട്ടോ. സക്സസ്ഫുള്ളി സേവ്ഡ് ചേഞ്ച് ഇൻ ആപ്ലിക്കേഷൻ, ചേഞ്ചസ് ഇൻ ഓപ്ഷൻ ഓക്കെ കൊടുത്തു. സോ ഇനി വന്നിട്ടുണ്ട്. ഇനിയും എഡിറ്റ് ആപ്ലിക്കേഷന് വേണ്ടി ശ്രമിക്കരുത്. ഇനി നിങ്ങൾ ഫൈനൽ കൺഫർമേഷന് പോവുക. ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി അലോട്ട്മെൻറ്റ് തീരുന്നത് വരെ നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നൊരു ഒരു ബട്ടണാണ് ഫൈനൽ കൺഫർമേഷൻ. ഫൈനൽ കൺഫർമേഷൻ അത് ഏത് അലോട്ട്മെൻ്റ് ആണെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഇനി വേറൊരു സാധനം കൂടി പറയുന്നുണ്ട്. ടു എക്സിറ്റ് ക്ലിക്ക് ഓൺ ക്ലോസ് ബട്ടൺ. ആഫ്റ്റർ ഫൈനൽ കൺഫർമേഷൻ യു ഹാവ് നോ എഡിറ്റ് അവൈലബിൾ. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യാണ്, ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുകയാണ്. ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു. ഓക്കെ, ഫൈനൽ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ടു എക്സിറ്റ്, ഓക്കെ, സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ഫൈനൽ കൺഫർമേഷൻ. ഈ ഫൈനൽ കൺഫർമേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് കൊടുക്കണേ, കൊടുക്കാതെ പോകരുത്. ഓക്കെ, ഇനി ഗെറ്റ് ലാസ്റ്റ് വരുന്നത് കണ്ടോ, ഗെറ്റ് ഫൈനൽ പ്രിൻ്റ് ഔട്ട്. ഞാനത് ക്ലിക്ക് ചെയ്തു, ഫൈനൽ പ്രിൻ്റ് ഔട്ട് വന്നു. ഈ ഒരു ഫോമാണ് ഞാൻ എന്ത് ചെയ്യുക, പ്രിൻ്റ് എടുക്കുക. ഈ ഫോം ഞാൻ എന്ത് ചെയ്യുന്നു, പ്രിൻ്റ് എടുത്തിട്ട് കുട്ടിക്ക് കൊടുക്കുന്നു. കുട്ടി ആ ഫോമും കൊണ്ട് നേരെ സ്കൂളിലേക്ക് ചെല്ലുന്നു. ഇവിടെ സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് എന്നുള്ളടുത്ത് അവൾ ഒപ്പിടണം, സിഗ്നേച്ചർ ഓഫ് പാരൻ്റ് എന്നുള്ളടുത്ത് പാരൻ്റ് ഒപ്പിടണം. അത് കഴിഞ്ഞിട്ട് ഈ പേപ്പർ എന്ത് ചെയ്യുക, ഈ ഒരു പ്രിൻ്റ് എന്ത് ചെയ്യുക, ഈ ഒരു പ്രിൻ്റ് എന്ത് ചെയ്യുക, നേരെ സ്കൂളിൽ കൊണ്ടുപോയി HMൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. കൂടെ തന്നെ ഈ 400 രൂപയും കൂടി കൊടുക്കുക. ഓക്കെ, അതോടുകൂടി എന്തായി, കുട്ടി റീവാലുവേഷൻ അപ്ലൈ ചെയ്തു. ഓക്കെ ആണല്ലോ. യെസ്, ഇനി അടുത്തൊരു സംശയം എന്താ ഉണ്ടാവുക എന്നറിയോ, സാർ എഡിറ്റ് ആപ്ലിക്കേഷൻ ആദ്യം കൊടുത്ത ആൾ തന്നെ ഫൈനൽ കൺഫർമേഷൻ നേരെ കൊടുത്തൂടെ, എഡിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എഡിറ്റ് ഉണ്ടെങ്കിൽ മാത്രം എഡിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനൊന്നും ഇല്ല എങ്കിൽ ഫൈനൽ കൺഫർമേഷൻ നേരെ കൊടുക്കാം. ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ കാണില്ല, പിന്നെ നിങ്ങൾ പ്രിൻ്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ കാണുള്ളൂ കേട്ടോ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ റീവാലുവേഷൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി കൂടുതൽ അപ്ഡേറ്റുകളുമായി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. നല്ല ക്ഷീണമുണ്ട്, കാര്യം ഇന്ന് കുറേ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു റീവാലുവേഷൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് പേരത് എനിക്ക് കൊടുക്കാനുണ്ട്. സോ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരാം. MS സൊല്യൂഷൻസിൻ്റെ ഈ +1 ചാനൽ ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്നത് വരെ കാത്തിരിക്കാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന്, വേറെ സൊല്യൂഷൻസ്. ബൈ.